MLA-മാര് ഫണ്ട് കൊടുത്തതിൻ്റെയൊക്കെ കണക്ക് പറയുന്നുണ്ട് സർ. ഞങ്ങൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ബഡ്ജറ്റിൽ 20% ഉള്ള വർക്കുകൾ അലോട്ട് ചെയ്യുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ തദ്ദേശ റോഡുകളുടെ കാര്യത്തിലായാലും ഏറ്റവും ഒടുവിൽ ഇവിടെ ശബരിമല പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡുകൾ കൊടുത്ത കാര്യത്തിലായാലും ഭരണകക്ഷി അംഗങ്ങൾക്ക് കൊടുക്കുന്നതും പ്രതിപക്ഷ അംഗങ്ങൾക്ക് നൽകുന്ന റോഡുകളുടെ കാര്യത്തിൽ തുകയുടെ കാര്യത്തിലും വലിയ അന്തരമാണ് സർ. ഇതെന്തൊരു അനീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബോധപൂർവ്വം സർ ഒരു വിവേചനം ഭരണകക്ഷി പ്രതിപക്ഷ MLA-മാരുടെ കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് വളരെ ബോധപൂർവ്വമാണ് സർ. അത് കനകോല് സിദ്ധാന്തമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയ വിവേചനത്തോടു കൂടി മണ്ഡലങ്ങളെ കണ്ടുകൊണ്ടാണ് LDF സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് വരുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് സർ. ഭരണപരമായ കാര്യങ്ങളിൽ 140 MLA-മാരെയും ഒരുപോലെയാണ് ഞങ്ങൾ കാണുന്നത്. അത് വ്യക്തിപരമായി ഞാൻ കാണുന്നതല്ല, അതിലും ഒരു രാഷ്ട്രീയമുണ്ട്. അത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ്. ഇടതുപക്ഷം എല്ലാ MLA-മാരെയും അത്തരത്തിൽ കാണുന്ന ഒരു നിലപാടാണ് ഞങ്ങളെ പ്രത്യേകം നിർദ്ദേശം നൽകി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരൊരു സമീപനം സ്വീകരിക്കുന്നത്. ഏറ്റവും അവസാനം ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞ റോജി M. ജോണിൻ്റെ അങ്കമാലി മണ്ഡലത്തിൽ 116 കോടി രൂപയുടെ KSTP പ്രവൃത്തികളും 48 കോടി 9 ലക്ഷം രൂപയുടെ പാലം പ്രവൃത്തികളും 54 കോടി 22 ലക്ഷം രൂപയുടെ KRFP പ്രവൃത്തികളും ഉൾപ്പെടെ 225 കോടി 57 ലക്ഷത്തി 30,000 രൂപയുടെ പൊതുമരാമത്ത് പ്രവൃത്തികളാണ് അങ്കമാലി നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത് സർ. ഇത് മറുപടിയായി വരുമെന്നുള്ള ഭയത്താലാണ് അദ്ദേഹം ഓടി ഒളിച്ചത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്നുള്ള ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രവൃത്തികൾ കൂടാതെ 275 കോടി 52 ലക്ഷം രൂപയുടെ അങ്കമാലി ബൈപ്പാസ് നിർമ്മാണത്തിൻ്റെ സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തിയിൽ നടന്നു വരുന്നു സർ. കഴിഞ്ഞ 8 വർഷം LDF സർക്കാർ 2016 അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും അധികം പദ്ധതികൾ ലഭിച്ച ഒരു മണ്ഡലം അങ്കമാലി നിയോജക മണ്ഡലമാണെന്ന് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർ. അത് അവിടെ അന്നും ഇന്നും MLA ആയിട്ടുള്ള വ്യക്തി തന്നെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യം കനകോലുവിൻ്റെ നിർദ്ദേശത്തിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള താല്പര്യമാണെന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമല ഫെസ്റ്റിൽ പ്രവൃത്തിയുടെ നോൺ പ്ലാൻ ഭാഗമായി ഈ 2025 അങ്കമാലി മണ്ഡലത്തിൽ കറുകുറ്റി മുഴിക്കുളം റോഡ് നവീകരണത്തിനായി 1 കോടി 60 ലക്ഷം രൂപയും അനുവദിച്ചത് ഞാനിവിടെ സഭയുടെ ശ്രദ്ധപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സർ. അപ്പോൾ വളരെ ബോധപൂർവം സഭയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട്.